ജയിക്കണം, ലോകം കീഴടക്കണം എന്ന് തന്നെയാണ് ഓരോ ഭരണാധികാരിയും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്ത് കുറുക്കുവഴികളും സ്വീകരിക്കും, ആരെയും ബലി കൊടുക്കും, എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കും. എന്നാൽ യുദ്ധത്തിൽ ജീവൻ സമർപ്പിച്ചവരുടെ ഓർമ്മകളെ ചുമന്ന് മടങ്ങേണ്ടി വരുമെന്നും അവരുടെ ആത്മാക്കളാൽ വേട്ടയാടപ്പെടുമെന്നും ഒരു രാജാവും സ്വപ്നം കാണില്ല. ക്രിസ്റ്റഫർ നോളന്റെ ദി ഒഡീസി ആരംഭിക്കുന്നത് മിക്ക യുദ്ധകഥകളും അവസാനിക്കുന്നിടത്താണ്. 2023 പുറത്തിറങ്ങിയ മികച്ച ചിത്രത്തിനുള്ള അക്കാഡമി അവാർഡ് നേടിയ ഓപ്പൻഹൈമറിന് ശേഷം നോളൻ ഒരുക്കിയ ചിത്രമാണ് ദി ഒഡീസി. നോളന്റെ കരിയറിലെ മോസ്റ്റ് ambitious ഫിലിം, ഹോമറിന്റെ ഒഡീസിയുടെ ഏറ്റവും വലിയ സിനിമാറ്റിക് അഡാപ്റ്റേഷൻ, ഫസ്റ്റ് ഫീച്ചർ ഫിലിം ഷോട്ട് എൻറ്റയർലി ഓൺ ഐമാക്സ്, ഗ്രീക്ക് പുരാണങ്ങളെ ഫാന്റസി എന്നതിനപ്പുറം ഗ്രൗണ്ടഡ് ആക്കി മാറ്റുന്ന ഇമേഴ്സീവ് സിനിമാറ്റിക് അപ്രോച്ച്, നാരറ്റീവ് സ്റ്റോറി ടെല്ലിംഗിന്റെ നിയമങ്ങളെ പൊളിച്ചെഴുതിയ നോളന്റെ തിരക്കഥ, പവർഫുൾ ആൻഡ് ഏൻഷ്യന്റ് മ്യൂസിക്കൽ സ്കോർ, പിന്നെ പ്രാക്ടിക്കൽ എഫക്ട്സ്, റിയൽ ലൊക്കേഷൻസ്, ഇൻ ക്യാമറ ആക്ഷൻസ് കൊണ്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു മിത്തോളജിക്കൽ അഡ്വഞ്ചർ, അങ്ങനെ പലതുമാണ് ഒഡീസി. ഗ്രീസിലെ ഇത്താക്കയുടെ ഇതിഹാസ രാജാവായ ഒഡീസസ് ട്രോജൻ യുദ്ധത്തിന് ശേഷം തന്റെ ഭാര്യയായ പെനലോപ്പിയുടെയും മകൻ ടെലമാക്കസിന്റെയും അടുത്തേക്ക് മടങ്ങിയെത്താൻ നടത്തുന്ന ദീർഘവും അപകടങ്ങൾ നിറഞ്ഞതുമായ യാത്രയാണ് ഒഡീസിയുടെ പ്രമേയം. ഈ മടക്കയാത്ര 20 വർഷങ്ങളാണ് നീണ്ടുനിന്നത്. മൈ ലൈഫ് ഈസ് ലൈക്ക് എ ക്രിസ്റ്റഫർ നോളൻ ഫിലിം. ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഗോയിങ് ഓൺ. എന്റെ ജീവിതം ഒരു ക്രിസ്റ്റഫർ നോളൻ പടം പോലെയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല എന്ന് ഒരു പ്രേക്ഷകൻ എഴുതിയപ്പോൾ നോളൻ പറഞ്ഞു, നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട, അനുഭവിച്ചാൽ മാത്രം മതിയെന്ന്. അത്തരം ഒരു പെർസ്പെക്റ്റീവിൽ സിനിമ കണ്ടപ്പോൾ തോന്നി, നോളൻ യുദ്ധത്തിന്റെ വീര്യമല്ല, മറിച്ച് ഓരോ യുദ്ധവും യോദ്ധാവിനും അവന്റെ കുടുംബത്തിനും അവനെ ചുറ്റിയിരിക്കുന്നവർക്കും വരുത്തുന്ന അപകടം നിറഞ്ഞ മാറ്റങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന്. കാരണം ഒഡീസസിനെ ട്രോജൻ വാറിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതിൽ നിന്ന് തടയുന്ന ഏറ്റവും വലിയ ശക്തി പോകുന്ന വഴിയിലെങ്ങും പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളോ, കോപിഷ്ഠരായ ഗ്രീക്ക് ദൈവങ്ങളോ, ഗ്രീക്ക് പുരാണങ്ങളിലെ മിത്തിക്കൽ ക്രീച്ചേഴ്സോ, മന്ത്രവാദികളോ, മോക്ഷം കിട്ടാൻ കാത്തിരിക്കുന്ന ആത്മാക്കളോ, കൊടുങ്കാറ്റോ, മഴയോ, ചുഴിയോ, അങ്ങനെ ഒന്നുമല്ല. അത് സ്വന്തം മനസാക്ഷിയുടെ ഭാരമാണ്. യുദ്ധത്തിൽ ജയിച്ചാൽ മനഃശാന്തി ലഭിക്കണമെന്നില്ല. പലപ്പോഴും യഥാർത്ഥ പോരാട്ടം ആരംഭിക്കുന്നത് യുദ്ധം അവസാനിച്ചതിന് ശേഷമാണ് എന്ന ഡിസ്റ്റർബിംഗ് ട്രൂത്ത് ആണ് ഒഡീസി. നോളൻ എന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ തന്നെ മുൻ ചിത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന സിഗ്നേച്ചർ ഫിലിം മേക്കിംഗ് രീതികൾ ഒഡീസിയിലും വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. പാസ്റ്റും പ്രസന്റും ക്ലൈമാക്സും ഫാന്റസിയും എല്ലാം കൂടിക്കലർന്ന വളരെ അൺകൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ്, ഒബ്സഷൻ, സാക്രിഫൈസ്, ദ പേഴ്സണൽ കോസ്റ്റ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന പ്രമേയത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥ പറച്ചിൽ, കഥാപാത്രങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ പോലും റിയാലിറ്റി ആക്കി മാറ്റുന്ന നാരറ്റീവ്, പിന്നെ നോളനെ ഡിഫൈൻ ചെയ്യുന്ന ടൈം, മെമ്മറി, ഐഡന്റിറ്റി, സാക്രിഫൈസ്, സർവൈവൽ, ലീഡർഷിപ്പ് എന്നീ തീമുകൾ. ഒഡീസി ഒരു ദൃശ്യാനുഭവമാണ്. ഓരോ ഷോട്ടും ഓരോ കഥകളാണ്. ഹോയ്റ്റ്മ ഈ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ ഒഡീസിയിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. ചിത്രം നടക്കുന്ന ഇടത്തിന്റെ മനോഹരമായ ലാൻഡ്സ്കേപ്പ്, പരന്നു കിടക്കുന്ന ബ്ലൂ ഓഷ്യൻസ് എന്നീ വിസ്മയിപ്പിക്കുന്ന ദൃശ്യഭംഗിയും അതിൽ നിൽക്കുന്ന ഒഡീസസിന്റെ കണ്ണുകളിലെ ഭയവും നഷ്ടബോധവും അടങ്ങാത്ത പ്രതീക്ഷയും ഒരേ തീവ്രതയിൽ പകർത്തുന്ന കഴിവാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. എക്സ്ട്രീം ക്ലോസപ്പുകളിലും എക്സ്ട്രീം വൈഡുകളിൽ പോലും ഇത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഐമാക്സിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ പ്രോപ്പുകളുടെയും കോസ്റ്റ്യൂമുകളുടെയും ആകാശത്തിന്റെയും കടലിന്റെയും അങ്ങനെ എല്ലാത്തിന്റെയും നല്ല ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിന്റെ അതിരുകളില്ലാത്ത വിശാലതയും ട്രോജൻ യുദ്ധത്തിന്റെ രോഷവും അതിഗംഭീരമായാണ് ക്യാമറ വരച്ചു കാട്ടുന്നത്. ഈ ചിത്രത്തിൽ പിന്നെ ഒരു എഡിറ്റർ ഉണ്ട് എന്ന് ഒരിക്കലും തോന്നിപ്പിക്കാത്തതാണ് ഒഡീസിയിലെ എഡിറ്റിംഗിന്റെ ഏറ്റവും മനോഹരമായ കാര്യം. അത്രയും നാച്ചുറൽ ആയാണ് സിനിമ ഫ്ലോ ചെയ്യുന്നത്. ഒരു ഇതിഹാസ വൈഡ് ഷോട്ടിന്റെ ഇടയിലായിരിക്കും പെട്ടെന്ന് ആത്തനയുടെ കണ്ണ് മാത്രം ഒന്ന് പോപ്പപ്പ് ചെയ്ത് വരുന്നത്. വളരെ ഡിഫിക്കൽട്ട് ആയിരുന്ന എഡിറ്റിംഗ് പ്രോസസ് ആയിരുന്നിട്ടും കൂടെ വാർ സീക്വൻസസ് ഒക്കെ റിമാർക്കബിൾ ക്ലാരിറ്റിയോട് കൂടെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂസിക്കും ഇതുവരെ കേൾക്കാത്ത തരം ഫ്രഷ്നെസ്സോട് കൂടെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും ഈ സിനിമയിൽ വളരെ ഇൻവിസിബിൾ തന്നെയാണ്. സത്യത്തിൽ റിവ്യൂ ഉണ്ടല്ലോ എന്ന് ഓർത്ത് പ്രത്യേകം നോട്ട് ചെയ്യുമ്പോഴാണ് മ്യൂസിക് സൗണ്ട്സ് വെരി ഏൻഷ്യന്റ് എന്ന് ഫീൽ ചെയ്യുന്നത്. മാറ്റ് ഡേമന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി വിശേഷിപ്പിക്കാവുന്ന അഭിനയമാണ് ഒഡീസസ് എന്ന കഥാപാത്രത്തിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ക്ഷീണവും കുറ്റബോധവും അതിജീവിക്കാനുള്ള മനക്കരുത്തും അതിസൂക്ഷ്മമായി തന്റെ അഭിനയത്തിലൂടെ ഡേമൺ പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒഡീസസിന്റെ ഫിസിക്കൽ ജേർണി പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇമോഷണൽ ജേർണിയും പ്രേക്ഷകരെ ആഴത്തിൽ സ്പർശിക്കുന്നുണ്ട്. പെനലോപ്പിയായി ആൻ ഹാത്തവേയും സമാനമായി ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ടെലമാക്കസായി ടോം ഹോളണ്ടും തന്റെ കരിയറിലെ ഏറ്റവും പക്വതയാർന്ന പ്രകടനങ്ങളിലൊന്നാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അതുപോലെ റോബർട്ട് പാറ്റിൻസൺ, ലുപിറ്റ നയോങ്, സെൻഡയ തുടങ്ങിയ അഭിനേതാക്കൾ എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നുണ്ട്. ഒരു മഹാകാവ്യത്തെ സിനിമയാക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ആ മഹാകാവ്യത്തിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ അതിന് പുതിയൊരു സിനിമാറ്റിക് ഭാഷ സൃഷ്ടിക്കുക എന്നത് അതിലും വലിയൊരു നേട്ടമാണ്. അതാണ് ക്രിസ്റ്റഫർ നോളൻ ദി ഒഡീസിയിലൂടെ സാധിച്ചിരിക്കുന്നത്. ഇത് യുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ പുരാണത്തിന്റെയോ കഥ മാത്രമല്ല, വിജയത്തിന്റെ വില, നഷ്ടത്തിന്റെ ഭാരം, വീട് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം തേടിയുള്ള മനുഷ്യന്റെ യാത്ര, അങ്ങനെ പലതുമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ദി ഒഡീസി
ഒരു സിനിമ എന്നതിലുപരി വലിയ സ്ക്രീനിൽ അനുഭവിച്ചറിയേണ്ട ഒരു സിനിമാറ്റിക് അനുഭവം തന്നെയാണ്. നിങ്ങളിൽ ദി ഒഡീസി കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായും സിനിമ എങ്ങനെയുണ്ടെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.